മാതാപിതാക്കളെ ധിക്കരിച്ചുകൊണ്ട് ക്യാമ്പസിൽ മറ്റൊരാളുമായി പ്രേമിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിക്ക് പടച്ചതമ്പുരാന്റെ ആയത്തിനെ അടിസ്ഥാനപ്പെടുത്തി ഒരു സെക്കൻഡ് പോലും ബർക്കത്തോ നിയമത്തോ കിട്ടൂല. നിസ്കാരത്തളമ്പ് നിങ്ങൾ എത്ര ഉണ്ടെങ്കിലും, നിസ്കാരപ്പായിൽ കരഞ്ഞതിന്റെ അടയാളം ഉണ്ടെങ്കിലും, 1000 തവണ നിങ്ങൾ പടച്ചതമ്പുരാന്റെ മുന്നിൽ തഹജ്ജുദ് നമസ്കരിച്ചാലും ഉമ്മയുടെയും ഉപ്പയുടെയും കണ്ണിൽ നിന്ന് പ്രേമത്തിന്റെ പേരിൽ, നിങ്ങൾ പ്രേമിച്ചതിന്റെ പേരിൽ ഒരിറ്റ് കണ്ണുനീർ വീണാൽ കഴിഞ്ഞു മക്കളെ, കഴിഞ്ഞു. എന്തിനാ പറഞ്ഞറിയോ? നമ്മൾ ഒരു ഖുർആൻ ക്ലാസ് കഴിഞ്ഞിട്ടേ മക്കളുമായി ബന്ധപ്പെട്ടൊരു വിഷയം പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഒരു വാപ്പകനെ മുന്നിൽ വന്നു. വാപ്പാന്റെ കയ്യിൽ ചെറിയൊരു കുട്ടിയുണ്ട്. ആ വാപ്പകനെ കരഞ്ഞിട്ട് പറഞ്ഞു, മൗലവി നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ എന്റെ കുട്ടിനെ വളർത്തി, നിങ്ങൾ പറഞ്ഞ പോലെ ദീനിയായി വളർത്തി, ദീനിയായി വസ്ത്രം ധരിപ്പിച്ചു, എല്ലാം ചെയ്തു. ഒരു ദിവസം അവള് പറയാൻ, വാപ്പാ എനിക്ക് അവനെ കെട്ടിച്ച് തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് പോയി രജിസ്റ്റർ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വാപ്പ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല. ഇന്നിതാ അവളെ ഞങ്ങൾ കണ്ടിട്ട് 2 വർഷമായി. അവൾക്ക് ഇന്നും മഫ്തുണ്ട്, അവൾക്കൊന്നും നിസ്കാര കുപ്പായുണ്ട്. പക്ഷേ അത് മതല്ല പ്രിയപ്പെട്ടവരെ, നല്ലവരായ മക്കളെ അറിയണം. ഇസ്ലാമികമായി ചില കുട്ടികൾ ചോദിക്കാൻ, എന്താ മൗലവി തെറ്റ്? എന്താണെങ്കിലും തെറ്റ്? ഒരാളെ സ്നേഹിച്ച് വിവാഹം കഴിക്കുന്നതും പ്രേമലേഖനം കൊടുക്കുന്നതിനും SMS വഴി സ്നേഹബന്ധം പുതുക്കുന്നതിനും എന്താണ് തെറ്റ്? നമ്മളെ കളവ് പറയൽ തെറ്റാണോ? ആണ്. എത്ര തെറ്റാണ്? ഒരു തെറ്റാണ്. വലിയ തെറ്റ് തന്നെയാണ്, പക്ഷെ ഒരു തെറ്റാണ്. കക്കല് തെറ്റാണോ? കക്കല് തെറ്റ് തന്നെയാണ്. എത്ര തെറ്റാണ്? ഒരു തെറ്റാണ്. ഉറപ്പല്ലേ? ആണ്. ഒരാളെ ചീത്ത പറയലോ തെറ്റാണ്. എത്ര തെറ്റാണ്? ഒരു തെറ്റാണ്. ഇസ്ലാമികമായി ഇന്ന് നടക്കുന്ന പ്രേമെന്നോ സ്നേഹമെന്നോ എന്തായിക്കോട്ടെ, റിലേഷൻഷിപ്പ്, അല്ല നിരോധിച്ച ഒരു 5 or 6 തെറ്റുകൾ ചെയ്യാതെ നിങ്ങൾ ഒരൊറ്റ പ്രേമബന്ധം കാണിച്ചു, ഒറ്റ പ്രേമബന്ധം, ഒരു പ്രേമബന്ധം, കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമില്ലാത്തൊരു പ്രേമബന്ധം കാണിച്ചു തരൂ. വായ കൊണ്ട് വ്യഭിചാരമില്ലാത്തൊരു പ്രേമബന്ധം നിങ്ങൾ കാണിച്ചു തരൂ. ചെവി കൊണ്ട് വ്യഭിചാരമില്ലാത്ത ഒരു പ്രേമബന്ധം കാണിച്ചു തരൂ. ഫോൺ വഴി വ്യഭിചരിക്കാത്തൊരു പ്രേമബന്ധം കാണിച്ചു തരൂ. ഉമ്മയെയും ഉപ്പയെയും പറ്റിക്കാത്തൊരു പ്രേമബന്ധം കാണിച്ചു തരൂ. ജീവനേക്കാളധികം സ്നേഹിക്കുന്ന ആങ്ങളമാരെ കളവ് പറഞ്ഞിട്ട് വഞ്ചിക്കാത്ത ഒരു പ്രേമം നിങ്ങൾ കാണിച്ചു തരൂ. ജീവിതത്തിൽ സ്വന്തം മക്കളെ പോലെ പെരുമാറിയ അധ്യാപകനോട് കളവ് പറയാത്ത, രഹസ്യ ജീവിതത്തിൽ ആരാരും അറിയാത്ത, പടച്ചതമ്പുരാൻ മാത്രം കേൾക്കുന്ന ഹറാമായ സംസാരം സംസാരിക്കാത്ത ഒരു പ്രേമബന്ധം നിങ്ങൾ കാണിച്ചു തരൂ. 1000 തെറ്റുകൾ ഒരുമിച്ച് കൂടിയിട്ട് ചോദിക്കാണ്, ലജ്ജയില്ലാതെ നിർലജ്ജമായി, ഇതിലെന്താണ് തെറ്റ്? അറിയണോ എന്താ തെറ്റ്? കോഴിക്കോട് ജില്ലയിൽ വാപ്പ ഉമ്മ 2 മക്കളാണ്. ഷോപ്പിംഗ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ മകന്റെ ദേഹത്തിലൂടെ ലോറി കയറി മകൻ മരണപ്പെട്ടു. പിന്നീട് മകളും വാപ്പിന്നയാള് 6 മാസം കഴിഞ്ഞപ്പോ ആ നാട്ടിലെ അന്യമതസ്ഥനായ ഒരാളുടെ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ കൂടെ ആ പെൺകുട്ടി ഓടിപ്പോയി. ഇന്ന് ആ വാപ്പാക്ക് പുറത്തിറങ്ങി നടക്കാൻ വയ്യ. ആ വാപ്പാ നാട്ടിൽ സുബൈ ക്ലാസ് എടുക്കുന്ന ആളാണ്. സുബൈ ക്ലാസ് നിന്നു, ജുമാക്ക് പോകാൻ കഴിയാതെയായി. ആളുകളുടെ മുന്നിൽ ഹൈസക്കിന് വിളിച്ചിരുന്ന വാപ്പയോട് ആളുകൾ ചോദിക്കാൻ, ഹൈസക്കിന് നിങ്ങളുടെ മക്കളെ കൊണ്ടുപോയിട്ട് എന്തായി? ഇതാണോ നിങ്ങൾ തെറ്റല്ല എന്ന് പറഞ്ഞ്, ഇതാണോ നിങ്ങൾ സ്നേഹബന്ധം എന്ന് പറയുന്നത്? യുവാക്കളെ, പരിശുദ്ധ ഖുർആന്റെ നിർദ്ദേശമുണ്ട്, അതുകൂടി അറിയാം. ആൾക്കാർ ചോദിക്കാൻ എന്താ തെറ്റ്? പരിശുദ്ധ ഖുർആനിലെ വിവാഹം കഴിക്കാൻ പാടില്ലാത്തവർ അല്ലങ്ങനെ പറയാൻ, അതില് മുശ്രിക്കത്തിന് വിവാഹം കഴിക്കാൻ പാടില്ല. ആ കൂട്ടത്തിൽ അല്ലാഹു പറയുന്ന വാക്ക്, വലാ മുത്തഖിദാതു ഖിദാനിൻ, കാമുകന്മാരെ സ്വീകരിച്ച ഒരു പെണ്ണിനെയും ഒരാണിനെയും വിവാഹം കഴിക്കാൻ വിശ്വാസികളെ പാടില്ല. ഖുർആൻ സത്യാണോ? ഇത് അല്ലാഹുവിന്റെ വാക്കാണോ? 4-ാം അധ്യായം സൂറത്തുൻ നിസാ 25-ാമത്തെ ആയത്ത്. വീട്ടിൽ പോകാൻ നോക്കുക, ഈ പറഞ്ഞ അർത്ഥം തന്നെയാണോ? എനിക്ക് മനസ്സിലാകുന്നറിയും, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം തരും. ഞാൻ ഇന്റിമേറ്റ് ഫ്രണ്ട് ആയിരിക്കുന്ന ഒരു കൂട്ടുകാരൻ, അവൻ നല്ല വിശ്വസ്തനാണ്, കളവൊന്നും പറയുന്നതൊക്കെ വിചാരിക്കുന്നതാണ്. അവൻ കണ്ണ് കാണാത്ത ഒരാൾക്ക് 50 ഉറുപ്പ്യന്റെ നോട്ടിങ്ങനെ എടുത്തിട്ട് 100 ഉറുപ്പ്യാണെന്ന് പറഞ്ഞു അവനെ പറ്റിച്ചു വിട്ടു. ഞാൻ എന്റെ മനസ്സിൽ എഴുതി വെക്കും, എന്തെന്നറിയും, സംഗതി ഇപ്പം വിചാരിക്കണ മാതിരില്ലോ, നമ്മളെയും പറ്റിക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പല്ലേ? അവനാണ് ബുദ്ധിമാൻ, തിരിച്ചറിയണം. സ്വന്തം വാപ്പാനെ ചതിച്ചിട്ട് നട്ടപ്പാതിരക്ക് റൂമിനുള്ളിൽ വാതിൽ കുറ്റിട്ട് വിളിക്കുന്ന ഒരു പെണ്ണിനെ പിന്നീട് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ
അഞ്ചാങ്ങളമാരുണ്ടായിട്ടും അവര് കാണാതെ എന്റെ അടുക്കലേക്ക് സ്വകാര്യമായി വരാൻ കഴിയുന്ന ഒരു പെണ്ണിനെ പിന്നീട് വിശ്വസിക്കാന്ന് പറഞ്ഞാൽ, എല്ലാവരാലും ആദരിക്കപ്പെടുന്ന അധ്യാപകർക്കിടയിൽ ആദരിക്കപ്പെടുന്ന മുഴുവൻ അധ്യാപകരെയും വഞ്ചിച്ചുകൊണ്ട് എനിക്കൊരു കത്തെഴുതാൻ കഴിയുന്ന ഒരു പെണ്ണിനെ പിന്നീട് വഞ്ചിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ, അതാണ് പിശാച് നമ്മുടെ ജീവിതത്തിൽ കാണിച്ചെന്ന്. എന്നാലെന്താ പ്രശ്നം എന്ന് പിശാച് തോന്നിപ്പിക്കും. നിങ്ങൾ ഉണ്ടാകരുതല്ലോ. ഞാൻ പറയണേ, ഈ കൂട്ടത്തിൽ ഞാൻ അധ്യാപനായതുകൊണ്ട് പറയാം, നമ്മളെ വിശ്വാസികളായ നമ്മൾ ഒരു പ്രേമബന്ധവും ജീവിതത്തിൽ ഉണ്ടാകും. എന്തുകൊണ്ട് അറിയുന്നത്? എന്തുകൊണ്ട്? ഒന്ന് അവിഹിത ബന്ധാണ്. അവിഹിത ബന്ധാണ്, ഹറാമാണ്. ഖുർആനെതിരാണ്, പ്രവാചകനെതിരാണ്, അള്ളാഹുവിന്റെ ദീനിനെതിരാണ്, ഉമ്മാന്റെയും ബാപ്പാന്റെ ഇഷ്ടത്തിനെതിരാണ്. ചില ആൾക്കാർ ഇപ്പം ഈ അടുത്ത് 17 വയസ്സുള്ള ഒരു പെൺകുട്ടി ചാടിപ്പോയി. ചാടിപ്പോയി, മുസ്ലിം പെൺകുട്ടി ചാടിപ്പോയി. എന്നിട്ട് കോടതിയിൽ 18 വയസ്സായപ്പോൾ ഹാജരാക്കി. ചാടിപ്പോയിരുന്നു കൊണ്ടുവന്നു, വീട്ടിൽ കൊണ്ടുവന്നാക്കി. എന്നിട്ട് വാപ്പിയമ്മയും നല്ല പോലെ പറഞ്ഞു കൊടുത്തു, ഇതിന്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു കൊടുത്തു. 18 വയസ്സ് തികഞ്ഞപ്പോ കോടതിയിൽ ഹാജരാക്കിയിട്ട് ചോദിച്ചു, ആരുടെ കൂടെ പോണമെന്ന് ചോദിച്ചു. എനിക്ക് ചേട്ടനെ മതി എന്നാണ്. ചേട്ടനെ മതി. ആ വാപ്പിയും ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോരുകയാണ്. ആ കരച്ചിൽ ഹലാലുണ്ടെന്നാണ് നിങ്ങൾ പറയുന്നത്. ആ കരച്ചിൽ ഹലാലുണ്ട്. സിനിമയിൽ ഹലാലില്ല. സിനിമ പരലോകത്ത് ഒന്നുമില്ല. അള്ളാഹുവിന്റെ ദീനിൽ 100% ഹറാമാണ്. ഉണ്ടാകരുത്. നല്ലവരായ പെൺകുട്ടികൾ പറയണം, ഒരിക്കൽ പോലും ഉണ്ടാകരുത്. അവിഹിതമായ ഒരു ബന്ധത്തിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സെക്കൻഡ് പോലും അള്ളാന്റെ തൃപ്തി നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടൂല. ചില കുട്ടികൾ ഇത് പറയുമെന്ന് പറയും, ഞാൻ വാക്ക് കൊടുത്തു പോയി മൗലവി. എന്ത് വാക്ക്? നിങ്ങൾ ഉമ്മാനോട് പോകാൻ നേരത്ത് ആരും നോക്കൂലെന്ന് വാക്ക് കൊടുത്തില്ലേ? നിങ്ങൾ വലിച്ചോ? അള്ളാഹ് ഹറാമ് ചെയ്യൂലെന്ന് വാക്ക് കൊടുത്തിരുന്നു, പാലിച്ചോ? രക്ഷിതാക്കളോട് അങ്ങനെയൊന്നും ബന്ധമില്ല എന്ന് പറയുന്നു, വാക്ക് പാലിച്ചോ? ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് പാലിക്കേണ്ടവരോട് മുഴുവൻ വാക്ക് പാലിക്കാതെ ഇതിന് മാത്രം വാക്ക് ഇതെന്ത് വാക്കാ പ്രിയപ്പെട്ടവരെ? ഹറാമായ കരാർ ഇസ്ലാമികമായി വാക്കാണോ?